പെറ്റ് സ്കാനൊക്കെ ചെയ്തു മാർച്ചിൽ. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഭയങ്കര അഗ്രസീവായിട്ട് വന്നു. ജൂലൈ 4 അമ്മയ്ക്ക് വയ്യാതായി ഹോസ്പിറ്റലിൽ പോയി 12 സ്കാനൊക്കെ ചെയ്യുന്നത്. 4 ആയപ്പോൾ ഞങ്ങൾ വിട്ടുപോയി. ഒരു പടത്തിനമ്മേക്ക് അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചിട്ട് പോയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അക്ഷിതയാണ്. ഓ, അക്ഷിതയാണല്ലേ? അവരെ അമ്മ എന്നല്ലേ വിളിച്ചിരുന്നത്? അമ്മ എന്നാണ് വിളിക്കുന്നത്. അത് അക്ഷിതയാണ്. അത് അങ്ങനെയല്ല, അമ്മയെന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അക്ഷിതയും ഞാൻ തമ്മിലൊരു പ്രത്യേകതരം മാനസികമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എടുത്തു തുടങ്ങിയ ബന്ധം? ഇന്റർവ്യൂ എടുത്തത് ഓൾ സയൻസ് കോളേജ്, പിന്നെ ഏഷ്യാനെറ്റിലാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത്. അതിനു മുമ്പേ 99 ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത് ഫസ്റ്റ്. ഓക്കെ. അതിനുശേഷം അമ്മ ഞാൻ അങ്ങോട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ അവരുടെ പുസ്തകങ്ങൾ വായിക്കും. അവരെഴുതുന്ന വഴി കൂടെ ഞാൻ എൻ്റെ വായന മാറിപ്പോയി. അവർ കുറച്ച് സ്പിരിച്വലായിട്ട് എഴുതി തുടങ്ങിയപ്പോൾ ഞാനും സ്പിരിച്വൽ ബുക്സ് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ എഴുതുന്ന വഴികൾ, ഇവർ സെൻ കഥയെക്കുറിച്ച് എഴുതിയപ്പോൾ ഞാനും ആ വഴികളിലൊക്കെ പോയി പുസ്തകം വായിച്ചു. അങ്ങനെ ഒരു സ്വാധീനം ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ട്. അവരുടെ എല്ലാ കഥകളും കാണാതെ അറിയാവുന്ന തരത്തിലുള്ള ഒരു സ്വാധീനം അവരുടെ പുറത്ത്. അങ്ങനെ പല എഴുത്തുകാർക്കും ഉണ്ട്. പക്ഷെ അക്ഷിതയ്ക്ക് വലിയ സ്വാധീനം എൻ്റെ പുറത്തുണ്ടായിരുന്നു. അമ്മ പറയുന്ന, അമ്മ എഴുതാൻ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞാനും വായിക്കും. അങ്ങനെ അപ്പോൾ അതെല്ലാം വായിച്ചിട്ട് അതിൻ്റെ കൂടിയ പുസ്തകങ്ങൾ താവു അതൊക്കെ എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് പോയി വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മയുടെ കല്യാണത്തിന്, അമ്മയുടെ മകളുടെ കല്യാണത്തിന് എന്നെ കല്യാണത്തിന് വിളിച്ചു. വിജയകുമാർ സാർ വഴിയാണ് വിളിച്ചത്. വിജയകുമാർ സാർ എന്ന് പറഞ്ഞാൽ കാര്യവട്ടത്ത് അധ്യാപകനായിരുന്നു. അമ്മയുടെ ഹസ്ബൻഡ് രാമകുട്ടി സാറും കാര്യവട്ടത്തായിരുന്നു. അപ്പോൾ അങ്ങനെ വിജയകുമാർ സാർ വഴി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അക്ഷിത അന്വേഷിക്കുന്നു എന്ന്. നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു, പറഞ്ഞു നീ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൃശ്ശൂർ കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയിട്ട് ഞാനിങ്ങനെ പോകാൻ നേരത്തെ അമ്മയും വന്നിരുന്നു. അമ്മയൊന്നും വിളിക്കുന്നില്ല. ഞാൻ വന്നു, ഞാൻ അറിഞ്ഞാണ്, നീ നമ്പർ താന്ന് പറഞ്ഞു. ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ ഈ ഫോൺ കൈ വയ്ക്കുന്ന ഒരു ശീലമില്ല എനിക്ക്, ഞാൻ ഫോണ് സൂക്ഷിക്കില്ല. അപ്പോൾ അന്നൊരു 10 മിസ് കോൾ എടുത്ത് കിടക്കുന്നു. അത് ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് അക്ഷിതയാണ്, നീ ഫോൺ എന്തിനാണ് കൈ കൊണ്ട് നടക്കുന്നത്? ഞാൻ പറഞ്ഞു ഫോൺ എവിടെയോ വെച്ചിട്ട് ഞാൻ എവിടെ പോയി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അമ്മയ്ക്ക് ക്യാൻസറാണ്, നീ എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യണം. ഞാൻ കൗൺസിൽ ചെയ്യാനമ്മ നമുക്ക് സംസാരിക്കാം. അമ്മയൊന്നും വിളിക്കുന്നില്ല. അപ്പം ഞാൻ അക്ഷിതാമ്മ എന്നാണ് വിളിക്കുന്നത് ആ സമയം. അല്ല, അക്ഷിതയൊന്നും അല്ല, ഞാനന്ന് എന്താ വിളിച്ചോട്ടത്, മാഡം എന്നെന്തോണ്ട് വിളിച്ചോട്ടത്. അത് കഴിഞ്ഞ് അപ്പം നീ മാഡം വിളി ഭയങ്കര വൃത്തിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അക്ഷിതാമ്മ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് എന്തോന്ന് അക്ഷിതാമ്മ, എഴുതാമ്മ എന്നൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞു. നീ എന്നെ അമ്മ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി. അന്ന് മുതൽ രാത്രി 9 മണിയാകുമ്പോൾ അമ്മയുടെ കോൾ വരും. ഞങ്ങൾ ഒരു മണിക്കൂർ സംസാരിക്കും എല്ലാ ദിവസവും. അപ്പം അന്ന് എഴുത്തൊക്കെ നിർത്തി വെച്ചേക്കുക, എഴുതുന്നില്ല, എഴുത്ത് നിർത്തി. പിന്നെ ഒരു ദിവസം എനിക്ക് കത്തയച്ചു. എനിക്ക് കത്തയക്കാൻ തുടങ്ങി. ഈ കാലഘട്ടം എപ്പോഴാണ്? 2012-13 ഒക്കെ ആയിരുന്നു. കാരണം ഞങ്ങളുടെ സമ്മർ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അമ്മ വന്നിരുന്നു കാണാനായിട്ട്. അപ്പോൾ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സക്കാറാമേൻഡർ കണ്ടപ്പോൾ അമ്മ കാണാൻ വേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞ് ഇരകളോട് മാത്രമല്ല കളിക്കുമ്പോഴും അമ്മ തൃശ്ശൂർ കാണാൻ വന്നിരുന്നു, നാടകം കാണാൻ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം മാധ്യമത്തിലെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ പോയി ഇൻ്റർവ്യൂ ചെയ്തു. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. അത് മാതൃഭൂമിയിൽ അമ്മയുടെ ഫുൾ പുസ്തകത്തിനോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വലിയ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് അമ്മ വീണ്ടും എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇവൾക്കാണ് ഞാൻ ആദ്യം കത്തെഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് വീണ്ടും എഴുതാൻ തുടങ്ങി. അമ്മ അതിനുശേഷം 3 തവണ അമ്മ ക്യാൻസർ വന്നു. 3 തവണ സർവൈവ് ചെയ്തു. അത് വയറിൽ തന്നെയായിരുന്നു. അമ്മയ്ക്കും ക്യാൻസർ, എൻ്റെ അമ്മയ്ക്കും ആയിരുന്നു. അപ്പം അങ്ങനെ അമ്മ പക്ഷെ ഭയങ്കര അത് 1 വർഷം പോയി, അമൃതയിൽ പോയി, ക്യാൻസർ എല്ലാ കീമോ കഴിഞ്ഞ് പരിശോധനയുടെ അന്ന് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും വന്നു, പിന്നെ വീണ്ടും വന്നു. അതങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നു അവർക്ക്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. അമ്മയ്ക്ക് 26 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെയും ആ അതിഥി വീണ്ടും വന്നിട്ടുണ്ടെന്നാണ് അമ്മ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ അമ്മ ഒരു മുടി പോലും പൊഴിയോ ഒന്നും ചെയ്തില്ല. വേറൊരാളായിരുന്നു, ഭയങ്കര എനർജിയുള്ള. അപ്പം അമ്മ ഈ മുറി ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ മുറി ചൂടായിരിക്കും. അങ്ങനെ ഹീറ്റ് വരും നമുക്ക്, ഭയങ്കര ഡിവൈൻ. ചാടി നിൽക്കാന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെയല്ല, സൈലൻ്റ് അല്ലേ, സംസാരിക്കില്ലല്ലോ. ഒരു ഇങ്ങനത്തെ പ്രസൻസ് അല്ലേ, ഇങ്ങനെ മിണ്ടാതിരുന്ന് ഇങ്ങനെ നോക്കുള്ളൂ. ഇവിടെ മുഴുവൻ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും മുറിക്കകത്ത്. ഈ ചില സിസ്റ്റർമാർ മാത്രം ഇൻവിജിലേറ്റർ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു പേടി വരില്ലേ എക്സാം ഹാളിൽ, അതുപോലെ. അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞൂടാ. വിഷ്ണു അത് അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. വിഷ്ണു എന്തെങ്കിലും ഒരിക്കൽ അനുഭവിക്കുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവും. അതൊരു ഓറയുടെ ഒരു ഹീറ്റാണ്. ഓക്കെ. അവർ വന്നിരിക്കുമ്പോൾ അതിന് മുറിക്ക് വേറൊരു പ്രസൻസ് വരും.
ഓക്കെ ഓക്കെ യതിയുടെ ശിഷ്യയൊക്കെ ആയിരുന്നില്ലേ, ഭയങ്കര സ്വന്തമായിട്ട് സാധനയൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീ. ഓക്കെ ഓക്കെ. അത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് എന്താണ് സംശയം എന്ന് വിഷ്ണു ചോദിക്കുന്നത്. അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത് വേറെ ഒരു സ്പിരിച്വൽ എനർജിയുടെ ഒരു സംഭവമാണ്. ഈ പ്രഭാവലയം എന്നൊക്കെ പറയുന്ന പോലെ ഓൾമോസ്റ്റ് അങ്ങനെയും പറയാം. പക്ഷെ അമ്മ അങ്ങനെ പ്രഭാവലയം ഉള്ളപ്പോൾ തന്നെ അമ്മ ഇപ്പുറത്തൊരു കൊച്ചുകുട്ടിയും കൂടെയാണ്. ഭയങ്കര നമ്മളെ പെടുത്തിക്കളയും. ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് ഇല്ലാതാക്കി കളയും. അമ്മ പിണങ്ങും, വഴക്കിടും. നിനക്ക് എന്താ ഫോൺ എടുത്താലും നിനക്ക് ഫോൺ എടുക്കാൻ പറഞ്ഞാൽ. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും എത്തി, നമ്മൾ 2 മണിക്ക് എത്തും എന്ന് പറഞ്ഞാൽ 2 മണിക്ക് അവിടെ എത്തിയിട്ട് ഫോൺ വരണം. അല്ലാതെ നമ്മൾ 4 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ കാര്യം. അമ്മ ഒരു ബഷീർ ഗഡെടുത്ത് ജിഗ് 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 എന്ന് പറഞ്ഞ് വെടിവെക്കും. അത് അങ്ങനെ ഒരു കൊച്ചുകുട്ടികളുടെ വാശി പിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അമ്മ അവസാനം ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇനി ഞാൻ പോവാണ്, ഇനി എനിക്ക് നിൽക്കണ്ട, ഞാൻ പോവാണ്. എന്നിട്ട് മരിക്കാൻ നേരത്തെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്, 2 ദിവസത്തിന് എനിക്ക് ഓർമ്മ പോവും, നീ വന്ന് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും എനിക്ക് വായിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറിഞ്ചു പറയത്തിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ അന്ന് അവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മരിച്ചുപോയി. അതുകൊണ്ട് ഷൂട്ടില്ലാത്തപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഉമ്മ വിളിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് വയ്യ, ചേച്ചി കാണണം എന്നുണ്ടായിരുന്നല്ലോ, തീരെ വയ്യ, ചേച്ചി വരികയാണെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കൊടുങ്ങല്ലൂരാണ് ഷൂട്ട്, അവിടുന്ന് ഒരു ബസ്സിൽ കയറി തൃശ്ശൂർ ഇറങ്ങി അമ്മയുടെ അടുത്ത് പോയി ഹോസ്പിറ്റലിൽ പോയിരുന്നു. 2 വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും അമ്മയുടെ അടുത്തിരുന്ന് വായിച്ച് അമ്മയുടെ കാലിൽ തൊഴുത്. ശരിക്കും അമ്മയുടെ കാലെടുത്ത് എൻ്റെ തലയിൽ തിറക്കിൽ വെച്ച ഓർമ്മയില്ലാതെ കിടക്കുക. തിരിച്ച് ഞാൻ 8:30 ആയപ്പോൾ റൂമിലെത്തി. 2 മണിയായപ്പോൾ ഉമ്മയുടെ മെസ്സേജ് വരുന്നത്, അമ്മ പോയി. ഇപ്പോൾ ശ്രീവിഷ്ണു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മോൻ, ചിന്നൻ, അമ്മ ചില പുസ്തകങ്ങളിലൊക്കെ ചിന്നൻ എന്ന് പറഞ്ഞ് അമ്മ എഴുതിയിട്ടുണ്ട്, ഡെഡിക്കേറ്റ് ചെയ്തത് ചിന്നൻ എന്ന് പറഞ്ഞിട്ട്. ശ്രീവിഷ്ണു എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. മറ്റേ അമ്മയുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യ, പിന്നെ പുസ്തകം വായിക്കുകയൊക്കെ ചെയ്ത ടീച്ചറുണ്ട്, അവരുടെ മകനാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള ഫാമിലിയാണ്. അപ്പോൾ ശ്രീവിഷ്ണു എറണാകുളത്തുണ്ടായിരുന്നു. ശ്രീവിഷ്ണു നേരെ കൊടുങ്ങല്ലൂർ വന്നു ബൈക്കിൽ. എന്നിട്ട് ഞങ്ങൾ 2 കൂടെ കാർ ഓടിച്ച് തൃശ്ശൂർ പോയി. വടക്കേക്കോട്ടയാണ് വീട്. ചെന്നപ്പോൾ അമ്മയോട് ഉണ്ട്. അപ്പോൾ ഉമ്മ എന്നോട് പറയുക, ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, മോള് തലമാരിയിൽ മഞ്ഞയും ചുമപ്പും സാരി ഇരിപ്പുണ്ട്, അതെടുത്തുകൊണ്ട് പോവാം. അങ്ങനെ അത് ഉടുപ്പിച്ച് അമ്മയ്ക്ക് പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് ഭസ്മൊക്കെ ഇട്ട് എല്ലാം ചെയ്തു. പക്ഷേ മോളുണ്ട്, ഉമ്മയുടെ മോള് ചിന്മയി, അവൾ എന്നെ നോക്കി. അപ്പോൾ അതെടുത്ത് 6:30 ആയപ്പോഴത്തേക്ക് നമ്മളെടുത്ത് ആ കൂട്ടിനകത്ത് വെച്ചു, എന്താ പറയാൻ, ഫ്രീസറിനകത്ത് വെച്ചു. ഇത് അടച്ചപ്പോൾ തൊട്ട് ഈ കൊച്ചെന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എന്തോ ചെയ്ത പോലെ അങ്ങ് ചിന്നുവിനങ്ങ് ദേഷ്യം വന്ന് ചിന്നു കരയാൻ തുടങ്ങിയ മുഖത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ 10 മണിയായപ്പോൾ ഞാൻ ശ്രീവിഷ്ണു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബോഡി എടുക്കുന്നതിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് പോയി. അമ്മ പോയി. പിന്നെ എനിക്ക് കോണ്ടാക്റ്റും ഇല്ല.